സന്ദീപ് വാര്യർ ഇപ്പോ കോൺഗ്രസിന് വലിയ തലവേദനയായി തീർന്നിരിക്കുക. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണല്ലോ സന്ദീപ് വാര്യര് BJP-യിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ചാടി വന്നത്. അധികാര കസേരയുടെ ഒരു ആർത്തി മൂത്ത് എത്തിയതാണ് എന്ന് ഏവർക്കും അറിയാവുന്നതാണ്. കോൺഗ്രസിലേക്ക് വന്ന ഉടനെ നേരെ ഈ പാണക്കാട്ടേക്ക് പോകുന്നു. സാദിഖ് അലി തങ്ങളുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. അങ്ങനെ ലീഗുമായിട്ടുള്ള ബന്ധമെല്ലാം ഉറപ്പിക്കുകയും ചെയ്തു. പിന്നീടാണ് KPCC ആസ്ഥാനത്തേക്ക് വരുന്നത്. അങ്ങനെ BJP-യിൽ നിന്ന് ഇങ്ങോട്ട് വന്നതുകൊണ്ട്, കോൺഗ്രസിലേക്ക് വന്നതുകൊണ്ട് അല്പം ഹുങ്ക് കൂടുതലാണ്. സാധാരണ കോൺഗ്രസിൽ നിന്നാണ് BJP-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ മുങ്ങിത്താഴാറായ കപ്പലിലേക്കാണ് ഒരാൾ ഓടി ചാടിക്കേറിയിരിക്കുന്നത്. അതിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ വീമ്പിളക്കുകയും ചെയ്യുന്നത്. ഇവിടെ നമുക്കറിയാം, പാലക്കാട് ഭാഗത്ത് BJP-ക്കകത്തുണ്ടായിട്ടുള്ള അധികാരഭ്രാന്തിലാണ് വാര്യർ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ ഇവിടെ വന്നിട്ട്, ഇവിടെയാണെങ്കിലോ കോൺഗ്രസിൽ എല്ലാവരും അധികാരഭ്രാന്ത് മൂത്തു നിൽക്കുന്നവരാണ്. കടൽക്കിഴവന്മാർ പോലും നമുക്കറിയാം സ്ഥാനം കിട്ടാതെ വേറെ പാർട്ടിയിലേക്ക് പോകുന്നുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണമല്ലേ KV തോമസ്. അപ്പോൾ അവരുടെ ഇടയിലേക്കാണ് ഈ വാര്യരും വന്ന് ചാടിയിരിക്കുന്നത്. കോൺഗ്രസ്സുകാരാണെങ്കിൽ എങ്ങനെയും കാര്യം നേടുന്നവരാണ്. കാല് തടവിയും പെട്ടിയെടുത്തും കാക്ക പിടിച്ചും ഒക്കെ സേവ ചെയ്ത് അവരിങ്ങനെ കഴിഞ്ഞു പോകുന്നവരാണ്. മസില് പെരുപ്പിച്ച് കതറ് വിട്ട് വെള്ളച്ചിരിയുമൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെയാണ് രീതി അവരുടേത്. അപ്പോൾ ഈ സന്ദീപ് വാര്യർ തൃശ്ശൂരൊക്കെ കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത്. പാലക്കാട് സ്വദേശിയാണെങ്കിലും പാലക്കാട് തൃശ്ശൂർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അവിടെ നിന്നുകൊണ്ടാണ് സുരേന്ദ്രനെ വെല്ലുവിളിക്കുക. BJP അല്ല, സുരേന്ദ്രനെ വെല്ലുവിളിച്ചു. തൃശ്ശൂരിൽ മത്സരിക്കാൻ പറ്റുമോ? അതിന് സുരേന്ദ്രനല്ലല്ലോ കാര്യങ്ങൾ അങ്ങ് തീർച്ചപ്പെടുത്തുന്നത്, പാർട്ടി തീർച്ചപ്പെടുത്തണമല്ലോ. സുരേന്ദ്രൻ പറഞ്ഞു, അത് ഞാനാണോ ഇല്ലയോ എന്നുള്ളത് പാർട്ടിയാണ് തീർച്ചപ്പെടുത്തുന്നത്. ഞങ്ങളിൽ ആരെങ്കിലും ഉണ്ടാകും, അവരോടെ മത്സരിക്കാൻ താങ്കൾ തൃശ്ശൂർ ഉണ്ടാകുമോ? അപ്പോൾ തൃശ്ശൂർ അങ്ങ് എടുത്ത മാതിരിയാണ് ഈ വാര്യരുടെ വർത്തമാനം. കുറെ കാലം BJP-യുടെ കൂടെ കഴിഞ്ഞതല്ലേ, സുരേഷ് ഗോപി ഒക്കെ ആയിട്ട് അടുപ്പം ഉണ്ടായിരുന്നല്ലേ. അപ്പം സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തു, തൃശ്ശൂര് സുരേഷ് ഗോപി എടുത്തു എന്നൊക്കെയാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അതേ രീതിയിൽ അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ വാര്യരങ്ങ് സ്വയം പ്രഖ്യാപനം നടത്തി എന്നുള്ളതാണ്. തൃശ്ശൂർ മത്സരിച്ചേക്കാവുന്നുള്ള രീതിയിൽ. തൃശ്ശൂർ മത്സരിച്ചു കഴിഞ്ഞാൽ എത്ര മണിക്ക് തോൽക്കണം എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. കാരണം തൃശ്ശൂർ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കസ്റ്റഡിയിലാണെന്ന് ഒക്കെ വാര്യർക്ക് നന്നായിട്ടറിയാം. ഇനി അവിടെ നിന്ന് ഒരു 2 നിയമസഭാ സീറ്റെങ്കിലും ജയിപ്പിച്ച് 2 MLA-മാര് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് കൊടുക്കണം എന്നുള്ള നിർദ്ദേശവും സുരേഷ് ഗോപിക്കുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ട് മോഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പപ്പുമോൻ ഇങ്ങനെ രാജ്യത്ത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയല്ലേ. അതിന് ഒന്ന് തിരിച്ചു കാണിച്ചു കൊടുക്കണം. സുരേഷ് ഗോപി നേടിയ 76,000 വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അത് ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരിടത്ത് മാത്രമാണ് BJP 2ാം സ്ഥാനത്ത് പോയത്. ഗുരുവായൂർ മാത്രമാണ്. ബാക്കിയുള്ളിടത്ത് പോയിട്ടില്ല. അത് മുമ്പിൽ തന്നെയാണ്. തൃശ്ശൂരായാലും പുതുക്കാടായാലും ഒക്കെ തന്നെ വൻ ഭൂരിപക്ഷമാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ചത്. അതുകൊണ്ട് വാര്യർ അത് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. BJP-യിൽ നിന്ന് പ്രഗത്ഭരായിട്ടുള്ളവർ തന്നെ ആയിരിക്കും തൃശ്ശൂരിലെ മണ്ഡലങ്ങളിൽ മത്സരിക്കുക. അപ്പോഴാണ് ഈ വാര്യരുടെ ഇത്തരത്തിലുള്ള അധിക പ്രസംഗം കോൺഗ്രസ്സുകാർക്ക് വലിയ തലവേദനയായിരിക്കുകയാണ്. കോൺഗ്രസിനകത്ത് വെള്ളം കോരിയവരും വിറക് വെട്ടിയവരും ചുവരെഴുതിയവരും ഒക്കെ ഉണ്ട്. അവരെയൊക്കെ മാറ്റി നിർത്തി ഇന്നലെ കയറി വന്ന ഈ അധിക പ്രസംഗി ഇത്രത്തോളം കാര്യങ്ങൾ അങ്ങ് തീർച്ചപ്പെടുത്താൻ ആരാണ് എന്ന് ചോദിക്കുകയാണ്.
അല്ലെങ്കിലോ കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങളാണ്. പാലക്കാട്ടെ ഒരു വിജയം തന്നെ അതിപ്പോ കോൺഗ്രസിന് വലിയ തലവേദന പോലായി തീർന്നിരിക്കുകയാണ്. ഒരു മുടിയനായ പുത്രൻ, ഒരു അസുര വിത്തിനെ കൊണ്ടിപ്പോൾ കോൺഗ്രസ് നട്ടം തിരിയുകയാണ്. ആ സാഹചര്യത്തിൽ അതിൻ്റെ കൂടെ ഈ സന്ദീപ് വാര്യരും കൂടി ഇങ്ങനെ ഇത്തരത്തിലായി കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് വലിയ പ്രശ്നമുണ്ടാക്കുന്നു എന്നാണ് തൃശൂർ DCCയുടെ അഭിപ്രായം. അവർ KPCC നേതൃത്വത്തിന് തന്നെ പരാതി കൊടുത്തിരിക്കുകയാണ്. സന്ദീപ് വാര്യരെ കൊണ്ട് ഇരിക്കപ്പുറതിയില്ല എന്നുള്ള രീതിയിൽ അവിടുത്തെ കോൺഗ്രസ്സുകാർ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. കടുത്ത വിമർശനവും നൽകുന്നുണ്ട്. അത് ഈ ത്രിതല പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നതിന് വേണ്ടി കൂടിയ യോഗത്തിലാണ് സന്ദീപ് വാര്യർക്കെതിരെ നിശിതമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. വിളിക്കാത്തിടത്തെല്ലാം പരിപാടികൾക്ക് വലിഞ്ഞു കയറി ചെല്ലുകയാണ് സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർ സ്വയം അങ്ങ് കളം നിറയാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കോൺഗ്രസിനാണെങ്കിൽ വാര്യരെ തള്ളാനും വയ്യ, കൊള്ളാനും വയ്യാത്ത ഒരവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് പരാതി പോയിരിക്കുന്ന ഇതാണ്, നിയന്ത്രിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിനകത്ത് ആർക്കെങ്കിലും നേതൃത്വത്തിന് ആരെയെങ്കിലും നിയന്ത്രിക്കാൻ പറ്റും? ഒരു നിയന്ത്രണവും ഇല്ല. എല്ലാം ഈ അഴിച്ചുവിട്ട അമ്പലക്കാളകളെ പോലെ അങ്ങ് നടക്കുകയല്ലേ. ഇപ്പൊ കാളയാണല്ലോ പലരുടെയും ചിഹ്നമാക്കി മാറ്റിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കോൺഗ്രസിനകത്ത് നിയന്ത്രണമൊന്നുമില്ല. നമുക്കറിയാവുന്നതാണ്, കോൺഗ്രസിനോട് ഒരു നേതാവിനോടൊപ്പം ക്യാമറ കാണുമ്പോൾ ഉന്തിത്തള്ളി പിന്നിൽ ചേർന്ന് നിൽക്കുന്ന എത്രയോ പേരുണ്ട്. അവരൊക്കെ താൻ മുമ്പേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ അടുക്കൽ എത്ര പേരാണ് നിൽക്കുന്നത്? നമുക്കത് ആലോചിക്കാൻ പറ്റും. മറ്റ് പാർട്ടികളിലോ CPM ആയാലും BJP ആയാലും അത്തരത്തിൽ നമുക്ക് കാണാൻ പറ്റും. CPMന്റെ അത് മൈക്കിന് മുന്നിൽ ഒരാൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഒരാൾ പിന്നൊരാൾ അവിടെ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാകത്തില്ല. അതാണ് ആ കേഡർ പാർട്ടിയുടെ സ്വഭാവം. ഇത് അത്തരത്തിലുള്ള അച്ചടക്കമൊന്നും ഇല്ലാത്തൊരു പാർട്ടിയല്ലേ. അതുകൊണ്ട് പിന്നെ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞാൽ നടക്കും? ഈ മാങ്കൂട്ടത്തിൽ നിന്ന് എവിടെ വരെ നിയന്ത്രിച്ചിട്ട് എന്തായി? എത്ര പരാതി ചെന്നതാണ്? KPCCക്ക് എത്ര പരാതി ചെന്നു? ഷാഫി പറമ്പലിന് എത്ര പരാതി ചെന്നു? എല്ലായിടങ്ങളിലും പരാതി എന്നല്ലോ. എല്ലാവരും താഴ്ത്തി വെച്ചു. പിന്നാണോ ഈ സന്ദീപ് വാര്യരെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്? സന്ദീപ് വാര്യര് എന്തായാലും കോൺഗ്രസിലോട്ട് വന്നു. കോൺഗ്രസിൽ അദ്ദേഹത്തിന് വലിയ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുമെന്നുള്ള ഒരു കണക്ക് കൂട്ടലും ഉണ്ടായിരുന്നു. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. എല്ലാവർക്കും തന്നെ അവിടെ കൊടുത്തു തീർക്കാൻ കഴിയുന്നില്ല. പിന്നെ വാര്യര് വന്നത് പിന്നെ BJPയിൽ നിന്നായതുകൊണ്ട് BJPക്ക് ഒരു വലിയ പ്രഹരമേൽപ്പിക്കണമെന്ന് കോൺഗ്രസിന് ഉള്ളത് കൊണ്ട് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഈ വാര്യരെ കൊണ്ട് തൃശ്ശൂരുകാർ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. അപ്പൊ വാര്യരെ ഇനിയും പിടിച്ച് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുമോ എന്നാണ് അറിയേണ്ടത്.